കെ.പി.സി.സിക്ക് പിന്നാലെ നാഥനില്ലാതെ യൂത്ത് കോൺഗ്രസും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഒ.ജെ. ജനീഷിന് മന്ത്രിസ്ഥാനം ലഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല. കെ.പി.സി.സി പുനഃസംഘടന അനന്തമായി വൈകുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നത്. 10 വർഷത്തിനു ശേഷം ഭരണം ലഭിച്ചെന്ന നേട്ടമൊഴികെ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാതായിട്ട് 2 മാസം പിന്നിടുകയാണ്. പ്രസിഡന്റായിരുന്ന ഒ.ജെ. ജനീഷിന് മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ പ്രതിസന്ധിക്ക് തുടക്കമായത്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ വിവാദമാകുമ്പോൾ പ്രതികരിക്കുവാൻ പോലും കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്ക് നേതാക്കളില്ല. നേതൃസ്ഥാനത്തേക്ക് പുതിയ ഭാരവാഹികൾ എത്താത്തത് പ്രവർത്തകർക്കിടയിൽ അമർഷം ഉണ്ടാക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. കെ.എസ്.യുവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്ലീഡർ നിയമന വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോഴും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ ഒ.ജെ. ജനീഷിന് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ്. സർക്കാരിന്റെ ഭാഗമായതോടുകൂടി വിമർശനങ്ങൾ ഉന്നയിക്കുവാനും കഴിയാത്ത സാഹചര്യം. ഗ്രൂപ്പ് സമവായങ്ങൾ നിലനിർത്തി തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്താനാണ് നീക്കമെങ്കിലും കെ.പി.സി.സിയുടെ പുനഃസംഘടന അനന്തമായി നീളുന്നതാണ് തിരിച്ചടി ഉണ്ടാക്കുന്നത്. ജനം, തിരുവനന്തപുരം.